ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് NSCJSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 9th ക്വസ്റ്റ്യൻ വരെ ചെയ്തൂല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 10th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 10th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ കിങ്ഡം പ്ലാന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഈസ് കൺസിഡർ പെക്യുലിയർ ഫോർ ദ അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ് നെയിംലി കാരിനൽ കനാൽസ് ആൻഡ് വാലിക്കുലർ കനാൽസ്? ഏത് സ്പീഷീസിൽ തന്നിട്ടുള്ള ഈ ഒരു കുറച്ച് സ്പീഷീസ് ഉണ്ടല്ലേ, ആ സ്പീഷീസിൽ ഏതിലാണ് പെക്യുലറായിട്ട് കാരിനൽ കനാൽസും അതേപോലെ തന്നെ വാലിക്കുലർ കനാൽസും കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ്, നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടാണ് നമ്മളോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു സ്പീഷീസ് ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് വരുന്നതെന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. നമ്മൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ് ടെയിൽ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, അതായത് വാസ്കുലർ പ്ലാന്റിൽ പെടുന്ന ഹോസ് ടെയിൽ എന്ന് പറയുന്ന എക്യുസിറ്റ് എന്ന് പറയുന്ന പ്ലാന്റിലാണെന്ത് നമ്മൾ വാലിക്കുലർ കനാലും അതേപോലെ തന്നെ കാരിനൽ കനാലും കാണുന്നത്. നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് എന്താണ് ഹോസ്റ്റെയിൽ നോക്കാം. ഹോസ്റ്റെയിൽ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ടെറിഡോഫൈറ്റ്സിനാണ് നമ്മൾ ഹോസ്റ്റെയിൽ അല്ലെങ്കിൽ നമ്മൾ എക്യുസിറ്റ് എന്ന് പറയുന്ന സ്പീഷീസ് വിളിക്കുന്നത്. ഇതിലെന്താണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദേ ആർ വാസ്കുലർ പ്ലാന്റ്സിൽ എന്തുണ്ടാവും, സൈലം ഉണ്ടാവും, ഫ്ലോയ ഉണ്ടാവും. അപ്പം എന്താണ്, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, വാലിക്കുലർ കനാൽ അല്ലേ, ഇവിടെ എന്താണ് സ്പേഷ്യസ് ആയിട്ടുള്ള വാലിക്കുലർ കനാലും കാണാം. അതേപോലെ തന്നെ എന്താണ്, ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാരിനൽ കനാൽസും എന്താണ് നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ്, ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടോസൈലം എന്ന് പറയുന്നത് അല്ലേ, പ്രോട്ടോസൈലം എന്ന് പറയുന്ന സെൽ ടൈപ്പ് കൊണ്ടാണ് എന്ത് നമ്മൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളല്ല ആ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ളത്. വാലിക്കുലർ കനാലും അതേപോലെ തന്നെ കാരിനൽ കനാലും നമ്മൾ കാണുന്നത് എക്യുസിറ്റ് എന്ന് പറയുന്ന സ്പീഷീസിലാണ്. എക്യുസിറ്റ് എന്താണ്, ഒരു ടെറിഡോഫൈറ്റ് ആണ്. നമുക്കപ്പം ആ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് തന്നിട്ടുള്ളത് എക്യുസിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്യുസിറ്റാണ് എന്താ നമ്മുടെ ആൻസർ വരുന്നത്. ബാക്കിയുള്ളത് ലൈക്കോപോഡിയം ആയാലും നീറ്റം എന്ന് പറയുന്നത് ഒരു ജിംനോസ്പേമാണ്. മഗ്നോലിയം അതേപോലെ തന്നെ ലൈക്കോപോഡിയം എന്നൊക്കെ പറയുന്നത് അത് വേറെ സ്പീഷീസ്, അതായത് ഇത് വാസ്കുലർ പ്ലാന്റ്സിൽ വരുന്നത് എക്യുസിറ്റം മാത്രമാണ്. അതേപോലെ തന്നെ ലൈക്കോപോഡിയം മഗ്നോലിയം ഒക്കെ എന്താണ് നമ്മൾ ടെറിഡോഫൈറ്റ്സിൽ തന്നെ വരുന്ന വേറെ തരത്തിലുള്ള സ്പീഷീസുകളാണ്. പക്ഷേ നമുക്ക് കാണുന്ന വാസ്കുലർ പ്ലാന്റ്സിൽ കാണുന്ന കാരിനൽ കനാൽസും അതേപോലെ തന്നെ വാലിക്കുലർ കനാൽസും കാണുന്നത് എക്യുസിറ്റ് എന്ന് പറയുന്ന ഹോസ്റ്റെയിലാണ്. ഹോസ്റ്റെയിൽ എന്ന് പറയുന്നത് സ്പീഷീസ് ഏതാണ്, എക്യുസിറ്റ് എന്ന് പറയുന്ന സ്പീഷീസാണ്. ഇതിൻ്റെ പെക്യുലാരിറ്റി ആണ് എന്താ, ഈ പറഞ്ഞിട്ടുള്ള 2 കനാൽസ്. അപ്പം ഇതാണ് എന്താ എക്യുസിറ്റം. ഓപ്ഷൻ സി ആണെന്ത് നമ്മളെ റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള IOQM പോലെയുള്ള, അതേപോലെ തന്നെ നിങ്ങൾക്ക് NSCJS, NSCB അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എക്സാമുകളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റുകൾ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ ആ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റെഫർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യനിലോ ഇനി മുന്നോട്ടുള്ള ക്വസ്റ്റ്യനിലോ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ആൾ.